PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ PSC എലിജിബിലിറ്റി ലിസ്റ്റ്, അതായത് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഈ കാറ്റഗറി നമ്പർ 447/2023 ലാബോറട്ടറി അസിസ്റ്റൻറ്റ് എറണാകുളം ജില്ലയുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബേസിക് പേ 24,400 മുതൽ 55,700 രൂപ വരെയുള്ള പോസ്റ്റിലേക്കുള്ള പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് ആ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തിയിരുന്നല്ലോ 4 ഘട്ടങ്ങളിലായിട്ട്, അതായത് 28/12/2024, 11/1/2025, 25/1/2025, പിന്നെ 8/2/2025. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കാറ്റഗറി നമ്പർ 447/2023. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഏകദേശം അപ്ലൈ ചെയ്തത് 5,13,000-ഓളം പേരാണ്. നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് നോക്കി വെരിഫൈ ചെയ്യുക. ഉണ്ടെങ്കിൽ മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കുക. മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 21 ജൂൺ 2025 അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി ഈ രജിസ്റ്റർ നമ്പർ ഇതിൽ കൊടുത്തിരിക്കുന്നത് ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലാതെ സ്കോറിൻ്റെയോ മാർക്കിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആ 4 ഘട്ടങ്ങളിലായിട്ട് നടന്ന OMR പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തന്നെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റ് പ്രൊവിഷണലാണ്, അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രീനിങ് മാത്രമാണ്, അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇനി ആ കാൻഡിഡേറ്റ്സ്, അതായത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 50.268. അപ്പോൾ ആ മാർക്കും അതിന് മുകളിലും കിട്ടിയിട്ടുള്ള ആ OMR പ്രിലിമിനറി സ്റ്റാൻഡർഡൈസേഷന് ശേഷം ഈ മാർക്കും അതിന് മുകളിലും കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റീസിൻ്റെ അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡൊക്കെ കാൻഡിഡേറ്റ്സിൻ്റെ മാർക്ക്, കട്ട് ഓഫ് മാർക്ക് ഇതിനേക്കാൾ താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതും അല്ലെങ്കിൽ EW സർട്ടിഫിക്കറ്റ്, അതൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സും അവർക്ക് ക്ലെയിം പ്രൂവ് ചെയ്യാനുള്ള വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവരും ഹാജരാക്കേണ്ടതാണ്. ഇനി ഈ 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് റാങ്ക് ലിസ്റ്റിനെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. ഇനി ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കാത്ത പക്ഷം അവരുടെ കാൻഡിഡേച്ചറും റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ അനുവദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് റീചെക്ക് ചെയ്യാൻ പറ്റും. 85 രൂപ ഫീസ്, അതായത് 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി കേരള PSCയുടെ വെബ്സൈറ്റിൽ കൂടെ 85 രൂപ ഫീസ് അടച്ച് പേയ്മെൻ്റ് ആയിട്ട് ആ പോർട്ടൽ വഴി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് റീചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് 15 ദിവസത്തിനുള്ളിൽ, അതായത് 24/5/2025 മുമ്പായിട്ട് വേണം ആ ഫീസ് അടയ്ക്കാനായിട്ട്. അതുപോലെ റീചെക്കിംഗ് ഓഫ് ഇൻവാലിഡേറ്റഡ് ആൻസർ സ്ക്രിപ്റ്റ് ഡ്യൂ ടു എനി ഡിഫക്റ്റ് ഉള്ളത് അതും എൻ്റെ റീചെക്കിങ് കൺസിഡർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫീ റെമിറ്റൻസും കൺസിഡർ ചെയ്യില്ല. അത് ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഉള്ളത് തന്നെ വേണം. പിന്നെ ഫോട്ടോ കോപ്പി OMR ആൻസർ ഷീറ്റിൻ്റെ പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും ഫോട്ടോ കോപ്പി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് ആ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി 335 രൂപ പേയ്മെൻറ്റ് നടത്തിയ പോർട്ടലിൽ കൂടെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി അതും 15 ദിവസത്തിനുള്ളിൽ വേണം. അതായത് 24/5/2025 മുമ്പായിട്ട്, അന്നോ അതിന് മുമ്പോ ആയിട്ടോ, ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം. ഇനി വേറെ ഏത് രീതിയിലുള്ള ഫീസും സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡിഫക്റ്റ് ഉള്ള ആൻസർ ഷീറ്റ് ആണെങ്കിൽ OMR ഷീറ്റ് ആണെങ്കിൽ അതും ഇഷ്യൂ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക്